ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലും പ്രാർത്ഥനയോടെ തിരുവചനം കേൾക്കേണ്ടതിന് ദൈവപാദപീഠത്തോടടുത്ത് വരുന്ന സകലരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായം 15 വാക്യം വായിക്കുന്നു. യെശയ്യാവ് 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിന്, മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രവചന ഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ നാമങ്ങളെ ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരും അവരവരനുഭവിച്ച വിധങ്ങളെ ഓർത്തിട്ട് വ്യത്യസ്തമായ നിലയിൽ ദൈവത്തെ വിളിക്കുന്ന, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് പല പേരുകളിൽ മഹാദൈവത്തെ സംബോധന ചെയ്യുന്ന അനേകം വാക്യങ്ങൾ തിരുവചനത്തിനകത്തുണ്ട്. നമ്മൾ ഈ വായിച്ച് കേട്ട വാക്യത്തിനകത്ത് ഈ നല്ല ദൈവത്തിൻ്റെ 4 പേരുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, ദൈവം ഉന്നതനാണ്. 2, ദൈവം ഉയർന്നിരിക്കുന്നവനാണ്. 3, ശാശ്വതവാസിയാണ്. 4, ദൈവം പരിശുദ്ധനാണ്. ഇന്ന് രാവിലെ ഈ മഹാദൈവത്തെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ, ആരാധിക്കുവാൻ, പിൻപറ്റുവാൻ ആയുസ്സിലൊരവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഒന്നാമത്തെ പേര് ദൈവം ഉന്നതനാണ്. നമുക്കറിയാം, ഭൂമിയിൽ വിദ്യാഭ്യാസം കൊണ്ട്, ആരോഗ്യം കൊണ്ട്, ബന്ധുബലം കൊണ്ട്, സ്ഥാനം കൊണ്ട്, മാനം കൊണ്ട്, സമ്പത്ത് കൊണ്ടൊക്കെ ഉന്നതരായ അനേകം പേരെ നമുക്ക് അറിയാം. എന്നാൽ അതിനൊക്കെ മീതെ രാജാവിനേക്കാൾ, വലിയ ഭരണകർത്താക്കന്മാരെക്കാൾ, ഭരണകൂടങ്ങളെക്കാൾ, സൂര്യനേക്കാൾ, ചന്ദ്രനേക്കാൾ, കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതും കാണുവാൻ പറ്റുന്നതുമായ സകലത്തെക്കാളും ദൈവം ഉന്നതനാണെന്ന് ഇന്ന് രാവിലെ നാം തിരിച്ചറിയണം. ആമേൻ. ഈ വാക്യം അതാ എഴുതിയിരിക്കുന്നത്, ദൈവം ഉന്നതനാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകം പറയുന്നു, എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെല്ലാം യേശു എന്ന നാമത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുവാനിടയായിത്തീരും. കാരണം യേശു സകലത്തെക്കാളും ഉന്നതനാണ്. ദൈവം ഉന്നതനാണെങ്കിൽ, അധികാരമുള്ളവനാണെങ്കിൽ, ബലവും ശ്രേഷ്ഠതയും ധരിച്ചിരിക്കുന്നവനാണെങ്കിൽ, നിശ്ചയമായിട്ടും പ്രിയരെ, നമ്മുടെ ചെറുതും വലുതുമായ വിഷയത്തിനകത്ത് തീർപ്പ് കൽപ്പിക്കുവാൻ ഉന്നതനായ ദൈവത്തിന് കഴിയും. ആമേൻ. ഈ വാക്യം ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. ദൈവം ഉന്നതനാണ്. രണ്ടാമത്തെ പേര് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഉയർന്നിരിക്കുന്നവൻ. ഉയർന്നിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ അധികാരത്തെയാണ് കാണിക്കുന്നത്. ആമേൻ. ഭൂമിയിൽ നടക്കുന്ന സകല കാര്യത്തിന്റെ മീതെയും സ്വാധീനിക്കുവാൻ, ഒരു അന്തിമമായ വിധി കൽപ്പിക്കുവാൻ തക്കവണ്ണം ഉയർന്ന നാമമാണ് യേശുവിൻ്റെ നാമമെന്ന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിന് നേരെ, കുടുംബത്തിന് നേരെ, കുഞ്ഞുങ്ങൾക്ക് നേരെ തല ഉയർത്തി നിൽക്കുന്ന
പലതും കണ്ടേക്കാം. എന്നാൽ അതിനേക്കാൾ ഉയർന്നത് യേശുവിൻ്റെ നാമമാണെന്ന് ഈ രാവിലെ നമ്മൾ അറിഞ്ഞാൽ അനുഗ്രഹമാണ്. ദൈവിക അധികാരത്തിന് പരിധിയില്ല. ദൈവിക അധികാരം വലുതാണ്. ആമേൻ. ഉയർന്നിരിക്കുന്നവൻ നിശ്ചയമായിട്ടും നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഈ മഹാദൈവത്തെ സേവിക്കേണ്ടതിന് ഒരവസരം ദൈവം നമുക്ക് നൽകി തന്നല്ലോ. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവം അധികാരത്തിൽ ഉയർന്നവനാണെങ്കിൽ എല്ലാ മേഖലകളിലേക്കും ദൈവിക അധികാരത്തിന്റെ ശക്തി വെളിപ്പെടുമെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉള്ള സകല കാര്യങ്ങളുടെ മീതെയും ഇടപെട്ട് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ആമേൻ. ഒന്ന്, ഉന്നതനാണ്. രണ്ട്, ഉയർന്നിരിക്കുന്നവനാണ്, അഥവാ അധികാരമുള്ളവനാണ്. ദൂതന്മാരെക്കാൾ, സിംഹാസനങ്ങളെക്കാൾ, വാഴ്ചകളെക്കാൾ അധികാരമുള്ളവനാണ് ദൈവം. ഒരു വാക്കുകൊണ്ട് മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഒന്ന് തൊട്ട് സൗഖ്യമാക്കുവാനായി കഴിയും. ആരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായി കഴിയും. കാരണം ഉയർന്നിരിക്കുന്നവനാണ്, അധികാരമുള്ളവനാണ്. മൂന്നാമത്തെ കാര്യം, ശാശ്വതവാസിയാണ്. നമുക്കറിയാം, ശാശ്വതമായി സ്ഥിരമായിട്ട് നിലനിൽക്കുന്നവനാണ്. ഇവിടെ ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം സ്ഥിരമായിട്ട് നിലനിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ബലവാന്മാർ കുനിഞ്ഞു പോകും, അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ണിന്റെ മുൻപിൽ അത് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ആമേൻ. കാലം പലരെയും ഉയർത്തുകയും കാലം പലരെയും താഴ്ത്തുകയും ചെയ്യും. എന്നാൽ ഇന്നലെയും ഇന്നും എന്നേക്കും അചഞ്ചലനായി, മാറ്റമില്ലാത്തവനായി, കാലത്തിന്റെ ഭേദങ്ങളൊന്നും ഏൽക്കാത്തവനായി ഒരേ ഒരുവൻ മാത്രമേയുള്ളൂ. അവന്റെ പേര് ശാശ്വതവാസി എന്നാണ്. ഏകാധിപത്യ ഭരണങ്ങൾ ലോകത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതും ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവസാനിച്ചു, മാറിപ്പോയി. നമ്മുടെ ദൈവം അവതാരമല്ല, ഒരു കാലത്തിന് വേണ്ടി അവതരിച്ചവനല്ല, ഒരു കൂട്ടം പേർക്ക് വേണ്ടി ഇറങ്ങി വന്നവനല്ല. അനാദിയും ശാശ്വതമായും ദൈവമായിരിക്കുന്ന ദൈവം, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ചമച്ചവൻ, ആരംഭത്തിൽ തന്നെ അവസാനമറിയുന്ന ശാശ്വതവാസി എന്നുള്ള മഹാദൈവം. നാലാമത്തെ പേരതിനകത്ത് എഴുതിയിരിക്കുന്നത് പരിശുദ്ധൻ. ആമേൻ. ധാരാളം പേര് നമുക്കറിയാം, അവസരങ്ങൾ കിട്ടിയപ്പോഴൊക്കെ പാപം ചെയ്യുവാൻ, വീണുപോകുവാൻ, അശുദ്ധമായത് ചെയ്യുവാൻ, ആമേൻ, വെമ്പൽ കൊണ്ടവരാണ് ലോകം പരിചയപ്പെടുത്തിയ മുഴുവൻ പേരും. എന്നാൽ നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ കഴിയുമെന്ന് തനിക്ക് നേരെ എഴുന്നേറ്റ് നിന്ന ശത്രുക്കളോട് പോലും ചോദിച്ചുകൊണ്ട് ലോക ചരിത്രത്തിനകത്ത് ഇന്നും ഒരു വെള്ളി നക്ഷത്രം പോലെ അവന്റെ നാമം ഉയർന്നിരിക്കുന്നു. ദൈവം പരിശുദ്ധനാണ്. പ്രിയരെ, ഇന്ന് രാവിലെ ഈ മഹാദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ. ഈ ദൈവത്തിന്റെ ഇടപെടലുകളും നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ പ്രഭാതത്തിനായി നന്ദി പറയുന്നു ദൈവമേ. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ.
കരുണയുള്ള കരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതമായി തീരട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.